നമസ്കാരമുണ്ട്. ഇവിടെ നെടുമങ്ങാട് 1.5 വയസ്സായ പിഞ്ചു കുഞ്ഞിനെ അടിച്ചു കൊന്നേ അസ്കറിന്റെ തള്ളുണ്ടല്ലോ, തള്ള രംഗത്ത് വന്നിട്ടുണ്ട്. എന്റെ മകനൊന്നും ചെയ്തിട്ടില്ല, എന്റെ മകന് പാവാണ്, എന്റെ മകന് അങ്ങനൊന്നും ചെയ്യൂലെന്നൊക്കെ പറഞ്ഞിക്കാണ്ട് കുറെ പിന്നെ ഇല്ലാത്ത അതിനെയൊക്കെ അഭിനയിച്ചിട്ട് വരുന്നുണ്ട്. അപ്പൊ അവാർഡ് കൊടുക്കണം തള്ളക്ക്, ഒരു 1-ാം തരം അവാർഡ്. അപ്പൊ ഇജാതി തള്ള ആദ്യം ആ തള്ളനെ മടൽ പത്തിട്ടടിക്കണം, അജാതി തള്ളമാരെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ നല്ലോണം അടിച്ചിട്ടുണ്ട്. ചോറ് കൊടുക്കുമ്പോ കഴിക്കാത്തതുകൊണ്ട് അടിക്കലുണ്ട് എന്നൊക്കെ ഉള്ള ആ തള്ള പറയുന്നുണ്ടല്ലോ. തള്ളക്ക് ഏകദേശം അറിയും ചെയ്യാം. തള്ള ഈ എന്റെ മകൻ തന്നെയാണ് കൊന്നിട്ടുണ്ട് എന്നുള്ളത് തള്ളക്കറിയാം, നല്ലോണം അറിയാം. അത് ഞങ്ങൾക്കൊക്കെ അറിയാം. തള്ള ഇജാതി അഭിനയം വെച്ചിക്കാണ്ട് തള്ള രംഗത്തേക്ക് വരരുത്. മടൽപത്തിട്ടടിക്കും ഞങ്ങൾ ഇനി വന്നു കഴിഞ്ഞാല്. പിന്നെ ഒഴിച്ചുകൂടാൻ പറയാൻ മറന്നുപോയൊരു സംഭവമുണ്ട്. നെടുമങ്ങാട് സാറുമാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവനെ നടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയില് അത് പോരാ സാറേ, അത് പോരാ. അവനക്കിത് കമ്പി ചൂടാക്കിയിട്ടുണ്ടല്ലോ. അവന്റെ ആസനത്തൂടി കയറണം. അജാതി കൊടുക്കണം സാറേ. അവൻ മൂത്രയിക്കാനും കഴിയരുത്, അവനക്ക് ഇരിക്കാനും കഴിയരുത്, നിൽക്കാനും കഴിയരുത്. അജാതി കാട്ടിക്കൂട്ടിൽ കിടണം. അവന്റെ നെടുമുള്ളുണ്ടല്ലോ, നെടുമുള്ളുമെന്ന് ആ നൂലുണ്ടല്ലോ, ആ നൂലിട്ട് വലിച്ചെടുക്കണം സാർ. അവനക്ക് ഇനി ഒന്നിനും ചെയ്യാൻ കഴിയരുത്. അവനെ തൂക്കി കൊല്ലണം സാറേ. അങ്ങനെയുള്ള നായിന്റെ മക്കളെ വച്ചേക്കരുത്. ഇവനെ പോലുള്ളവരെ, പാവപ്പെട്ടവരെ കൊല ചുമറ്റം ഇതാക്കാനും വേണ്ടിയും അതുപോലെ മയക്കുമരുന്നിന്റെ ഇതിന് അവരെ കുറ്റം ചുമത്താനും വേണ്ടിയിട്ടുള്ള പാവപ്പെട്ടവരൊന്നും അടിച്ച് ഇങ്ങനെ ശരിയാക്കരുത്. അത് അവരല്ല. ഇവനെ പോലുള്ള ഈ നരഭോജികളെ, ഈ കൊലപാതകികളെ, കുഞ്ഞേതാണോ, മകളേതാണോ, അല്ലെങ്കിൽ പെങ്ങന്മാരേതാണോ, കൂടപ്പറപ്പ് എന്താണോ, അച്ഛൻ എന്താണോ, അമ്മ എന്താണോ അറിയാത്ത ഈ നായിന്റെ മക്കളൊക്കെ തൂക്കി കൊല്ലണം സാറേ. നല്ലോണം കൊടുക്കണം സാറേ, അടിച്ച് ശരിയാക്കണം സാറേ. ഇനി നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അതെ ഞങ്ങളെ ചെക്കന്മാരെ അടിയിക്കുന്ന വിട്ടു ചെയ്തു സാറേ. അയവന്മാരൊക്കെ ശരിയാക്കി തരാം. ഒരു 10 മിനിറ്റ് വിട്ടു കൊടുത്തു നോക്കൂ. അവന്റെ ദേഹമാകം നല്ലോണം 97ഓളം മുറിവുകളാണ് ആ കുഞ്ഞിന്റെ ദേഹത്തുണ്ടായിരുന്നത്. ആ നായിന്റെ മോനിക്ക് ഇതൊന്നും പോരാ സാർ. അവനെ നല്ലോണം കൊടുക്കണം. ഇനിയും കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇനിയും കൊടുക്കണം സാർ. അവനക്ക് ഇനിയും അടുത്ത ഇതുപോലെ ഞങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അവനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ ആ നേഴ്സുമാർക്കൊക്കെ അവനക്ക് എന്തെങ്കിലും വെച്ചിട്ട് കയറ്റി കൊടുത്തോളെ. ആ നായിന്റെ മോൻ നീച്ച് നടക്കരുത്. നായിന്റെ മോൻ അവനങ്ങനെ വിട്ടാ പറ്റൂല. അവനെ വിടരുത്. അവനെ തൂക്കിക്കൊല്ലണം ആ നായിന്റെ മോനെ, കഴിവറി മോനെ, നരഭോജിനെ, അക്രമായ നായിന്റെ മോനെ. എന്റെ തള്ള രംഗത്ത് വന്നില്ല. എന്റെ മകൻ പാവാണ്, എന്റെ മകൻ പാവാണെന്നുണ്ടെങ്കിൽ തള്ള ആ കുഞ്ഞിനെ അടിച്ചു കൊല്ലുവന്. അതിന്റെ മുന്നേ അവന്റെ ആദ്യത്തെ പെണ്ണുങ്ങളെ അവന് ശരിയാക്കിയില്ലേ. എന്നിട്ട് അവനക്ക് വേണ്ടി വാദിക്കാൻ പറ്റും. ഇതാ തള്ളമാരൊക്കെ നാട്ടുകാർ കൂടിക്കണ്ട്, അവിടുത്തെ പെണ്ണുങ്ങൾ കൂടിക്കണ്ട്, ഇതേ മാട്ടൽപത്തി കണ്ട് അടിച്ച് ശരിയാക്കണം ആളെ, ആ നായിന്റെ മോളെ. അവനക്ക് വാദിക്കാൻ വരിക. ഇതൊക്കെ നമ്മുടെ